പാതിരാത്രിയിൽ പ്രവീൺ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിനിടെ അനുമോള് ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ജിഷിൻ അവിടെ നിന്ന് കണ്ടിട്ട് പിന്നീട് പുറത്ത് പോയി ഷാനവാസിൻ്റെ അടുത്ത് അനുവിൻ്റെ കുറ്റം പറയുന്നുണ്ട്. അവൾ അവിടെ ചുമ്മാ ടോയ്ലറ്റിന് അവിടെ നിന്ന് ചുമ്മാ ഷോ കാണിക്കുന്നു. പ്രവീൺ ടോയ്ലറ്റിൻ്റെ അകത്ത് നിന്നപ്പോൾ അനുമോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ പോയ ശേഷം അവിടെ മത്സരാർത്ഥികളെല്ലാവരും തന്നെ അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ തുടങ്ങി. പ്രവീണാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്. അനുമോളും ജിഷിനും ഓൾറെഡി വാഷ്റൂം ടീമിലുള്ളവരാണ്. ജിഷിൻ അതിലെ ക്യാപ്റ്റനുമാണ്. അപ്പോൾ അവരതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവിടെ വാഷ്റൂമിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി പ്രവീൺ അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അനുമോൾ ഒരു ചെറിയൊരു സ്ക്രബ്ബർ എടുത്തുകൊണ്ട് ചെന്ന് പ്രവീണിൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട്, എടാ ഇത് വെച്ച് ആ നില ഒന്ന് തേച്ച് കഴുകി നോക്കാവോ, അവിടെ ആ മഞ്ഞ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ടോ, അത് ഇതൊക്കെ വെച്ച് തേച്ച് കഴുകിയാലേ പോകത്തുള്ളൂ. ആ ടോയ്ലറ്റിൽ ഓൾറെഡി ഇരിക്കുന്ന ആ ഒരു സാധനം കണ്ടോ, അത് വെച്ച് നീ തേച്ച് വെച്ചിട്ട് അത് പോകുന്നില്ല, നീ ഈ സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ചെടുത്ത് കഴുകി നോക്കിക്കേ, നീ അവിടെ ഇരുന്നിട്ട് അത് അവിടെ തേച്ച് കഴുകി നോക്കിക്കേ, എന്നാലേ മഞ്ഞക്കറ പോകുള്ളടാ എന്ന് പ്രവീണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പ്രവീൺ, അയ്യേ അവിടെ ഇരുന്നിട്ടത് തേച്ചൊരയ്ക്കാനോ, നീ എന്തീ പറയുന്നേ, ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അപ്പോൾ അനുമോൾ പറയുന്നു, എടാ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നീ ഇത് കണ്ടോ, മഞ്ഞ ക്ലാവ് പിടിച്ചിരിക്കുന്നത് കണ്ടോ, മഞ്ഞ കറ കണ്ടോ, അത് പോകണമെങ്കിൽ ഇത് ഈ സ്ക്രബ്ബർ ഇട്ട് തേച്ച് കഴുകിയാലേ പോകത്തുള്ളൂ. തൊട്ടടുത്ത് ജിഷിൻ നിൽപ്പുണ്ട്. അപ്പോൾ ജിഷിൻ്റെ അടുത്ത് അനുമോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചേട്ടാ ഇത് കണ്ടോ, ഈ സ്ക്രബ്ബർ കണ്ടോ, ഇതിട്ട് തേച്ച് വരച്ചാലല്ലേ ഇതേ മഞ്ഞക്കറ പോകുള്ളൂ എന്ന് ജിഷിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിഷിൻ അത് പറയുന്നുണ്ട്, അയ്യേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനു, മറ്റേ സാധനം ഇട്ട് ക്ലീൻ ചെയ്താൽ മതി എന്ന് ജിഷിനും പറയുന്നു. പക്ഷേ അനു അങ്ങോട്ട് അകത്തേക്ക് ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട്, എടാ നീ കണ്ടോ, ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടോ, നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനുമോൾ അവിടെ ഇരുന്നിട്ട് ആ ഒരു സ്ക്രബ്ബർ വെച്ച് നിലം ഇങ്ങനെ മഞ്ഞക്കറ ഇങ്ങനെ തൂത്ത് കളയുന്നതായിട്ട് കാണിച്ചു കൊടുക്കുന്നു പ്രവീൺ. ഇത് കണ്ടപ്പോൾ തന്നെ പ്രവീൺ, അയ്യേ നീ എന്തീ കാണിക്കുന്നേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നൊന്നുമില്ല എന്ന് പ്രവീൺ അനുവിൻ്റെ അടുത്ത് പറയുന്നു. മാത്രമല്ല എങ്കിൽ നീ വേണേൽ ചെയ്തോ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്, നീ ചെയ്തു എന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട്, എടാ ഞാൻ ഓൾറെഡി അപ്പുറത്ത് വാഷ്റൂം കഴുകുന്നുണ്ട്. അപ്പോൾ പ്രവീൺ, എന്നാൽ പിന്നെ ആരും കഴുകണ്ട, നീ പൊക്കോ, സിമ്പിൾ എന്ന് പറഞ്ഞ് അനുവിനെ പറഞ്ഞു വിടുന്നു. പക്ഷേ അനു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കുഴപ്പമില്ല ഞാൻ തന്നെ ചെയ്തോളാം, ഓൾറെഡി എനിക്ക് മഞ്ഞക്കറ പോണത് നല്ലതല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അനുവും ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു. അനുവിനെ അവിടെ ആരും നിർബന്ധിച്ചൊന്നുമില്ല, അനു സ്വയമേ അങ്ങ് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഇവരെല്ലാം പോയ ശേഷം രാത്രിയിൽ ആ ഒരു ടോയ്ലറ്റിൻ്റെ നിലം മഞ്ഞ കളറിലിരിക്കുന്ന എല്ലാം തന്നെ അനുമോൾ ശരിക്കും ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. ഇത് കാണിച്ചിട്ടില്ല ക്ലീൻ ചെയ്യുന്നത്, പക്ഷേ അവരെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം ജിഷിൻ പുറത്ത് പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് ജിഷിൻ പറയുന്നത് ഇതാണ്, അവളെ അനുമോളെ ടോയ്ലറ്റിൻ്റെ അവിടെ ചുമ്മാ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ഒരാവശ്യമില്ലാതെ അവിടെ നിലം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്ക്രബ്ബർ എടുത്ത് അവിടെ മൊത്തം തേച്ചൊരച്ച് കഴുകിക്കൊണ്ടിരിക്കുക. എത്ര നേരമായെന്നറിയോ, വെറുതെ അനാവശ്യമായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക. ടോയ്ലറ്റിൽ അവിടെ ഓൾറെഡി എന്നും തന്നെ വെള്ളം ഒഴിച്ച് കഴുകുന്നതാണ്. അവിടെ ഇരുന്നിട്ട് ഈ സ്ക്രബ്ബർ വെച്ച് തേച്ചൊരക്കി കഴുകേണ്ട ഒരു കാര്യമില്ല, ചുമ്മാ വെറുതെ അനാവശ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഷാനവാസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്, ചുമ്മാ വെറുതെ കാണിക്കുന്നതായിരിക്കുന്നത്, ചുമ്മാ അവളുടെ ഷോ ആയിരിക്കും എന്ന രീതിയിൽ ഷാനവാസും ജിഷിൻ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഇവിടെ ജിഷിൻ ഓൾറെഡി വാഷ്റൂമിൻ്റെ ക്യാപ്റ്റനാണ്. ആ ബാത്റൂം എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കാൻ ശ്രമിക്കേണ്ട ഒരാളാണ് ജിഷിൻ. അപ്പോൾ എക്സ്ട്രാ ക്ലീൻ ചെയ്ത് സ്വയമേ വർക്കെടുത്ത് ചെയ്തോളാം, ക്ലീൻ ചെയ്തോളാം, മാക്സിമം നന്നാക്കിക്കോളാം എന്ന് പറഞ്ഞ അനുവിനെ കുറ്റം പറയുകയാണ് ജിഷിൻ. സ്വയമേ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നിലത്തിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആ മാക്സിമം മഞ്ഞക്കറ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ പോകും. സ്വന്തം വീട്ടിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞാണ് അനു ആ വർക്ക് ഏറ്റെടുത്തതും അത് ചെയ്യുന്നതും. വാഷ്റൂം ക്യാപ്റ്റനായ ജിഷിൻ അത് സ്വയം ചെയ്യുന്നുമില്ല, എന്നാൽ മറ്റു ആൾക്കാർ ചെയ്യാമെന്ന് പറയുന്നതിനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും വാഷ്റൂം ടീമിലുള്ള മറ്റാരും ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ അറപ്പൊന്നും കാണിക്കാതെ സ്വന്തം വീട് പോലെ നോക്കി അത് കറയെല്ലാം ക്ലീൻ ചെയ്ത് കളയുന്ന അനുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ പുറത്ത് പോയിട്ട് അനുവിനെ ചെയ്ത ജോലിയുടെ പേരിൽ കുറ്റം പറയുകയാണ് രാത്രിയിൽ ജിഷിൻ. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അത് എന്താണ് പറയുന്നത്? അവിടെ ഓൾറെഡി മഞ്ഞക്കറ അവിടെ ടോയ്ലറ്റിലുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വൃത്തിയായി എന്നാണ് അർത്ഥം. അത് സ്വയമേ ഒരാൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും അതിനെ കുറ്റം പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയിപ്പം ഷോ കാണിക്കാനാണെങ്കിൽ തന്നെ, ഒരു 10 പേരെ കാണിക്കാനാണെങ്കിൽ തന്നെ അത് ചെയ്യുന്നില്ലേ? മറ്റാരും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വന്തം വീട് പോലെ കണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് വെറുതെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.